എടാ മക്കളെ, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? അല്ല, അതിനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. ജനിച്ച നാട് വിട്ട് വന്ന നമ്മുടെ ഈ ലോകം ഈ കാണുന്ന 4 ചുവരുകൾക്കുള്ളില്ല. ഇവിടെ കിട്ടുന്ന സന്തോഷമാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. നാളെ നീയോ ഞാനോ ആരാ ബാക്കി ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? കിട്ടുന്ന സമയത്ത് വഴക്ക് കൂടാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ആരെങ്കിലും ആ അൻസാറിനെ ഒന്ന് വിളിക്കും, ബാക്കി പിന്നെ നോക്കാം. ഞാനൊന്നും വിളിക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ വാട്സപ്പിൽ ഓരോ സ്റ്റാറ്റസ് ഇട്ട് കുത്തി കുത്തി പറയാലോ അവന്റെ പണി. എടാ, അത് എൻ്റെ തോന്നലല്ലേ? ആ അൻസാറിന്റെ വാപ്പയ്ക്ക് ഒരു എമർജൻസി ഓപ്പറേഷൻ വന്നിട്ട് അതിലേക്ക് കാശ് കണ്ടെത്താൻ വേണ്ടി അവന് ഓടി നടക്കാമെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. നീ അറിഞ്ഞോ? ഓ, നമ്മളെയൊന്നും ആരും അറിയിച്ചില്ല. പിന്നെ മംഗളല്ലേ ഇത്, ഓരോരുത്തരോട് വിളിച്ചു ചെല്ലാം. ഒന്ന് പോച്ചെങ്ങായി. എങ്ങനെ അറിയാനാ? ഒരേ റൂമിൽ ശത്രുക്കളെ പോലെ കഴിയല്ലേ മോനെ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ആ സിഗ്നലിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു താമസം. അവിടെ നിങ്ങളെപ്പോലെ ഒരാളുണ്ടായിരുന്നു, രമേശ്. ചെറുപ്പക്കാരൻ, മിടുക്കൻ, നല്ല ജോലിയും ശമ്പളവും. ഒരു ദിവസം രാത്രി റൂം ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞ് അവൻ എല്ലാവരുമായിട്ട് ഒരു കശവിശ ഉണ്ടായി. എന്നെയും എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ആ ദേഷ്യത്തിന് കിച്ചൻ്റെ സൈഡിലാണ് പോയി കിടന്നത്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ജീവൻ പോയിട്ട് തണുത്ത് വിറങ്ങലിച്ച് കിടക്കായിരുന്നു. രാത്രിയാണോ പുലർച്ചെയാണോ എപ്പോഴവന് വയ്യാണ്ടായെന്ന് ആർക്കറിയാം. ശ്വാസം കിട്ടാതെ വിടഞ്ഞപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വരിഞ്ഞ് കിടക്കുക. തല ഇങ്ങനെ ചരിച്ച് ഇടത്തേക്ക് കൈ നീട്ടി എൻ്റെ കിടക്കയിലേക്ക്. ആ മരണപ്രാണത്തി കബീർ ഖാൻ അവൻ വിളിച്ചിട്ടുണ്ടാവും. ഞാനടുത്തുണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു. അത് ഓർക്കുമ്പോൾ ഇന്ന് ഉള്ളിലൊരു ആളലാണ്. ഞാനൊന്ന് മാറിക്കിടന്നല്ലോ എൻ്റെ പടച്ചോനെ. സാറേ, നീ എവിടെടാ?